ഇതാണ് എനിക്ക് ദുബായിൽ നിന്ന് ഖദീജ അയച്ചു തന്ന ഗിഫ്റ്റ് ആണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ? ബ്യൂട്ടിഫുൾ പെൻ. ഇത് എടുക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇതിനടിയിൽ ഇങ്ങനെ ഒരു സാധനം കിട്ടും. അത് നമുക്ക് എടുത്തിട്ട് നമുക്കങ്ങനെ എടുത്തു നോക്കാം. ഇത് പെണ്ണാണ്. കണ്ടില്ലേ? ഗിൽറ്ററും എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ബ്യൂട്ടിഫുൾ ബുക്ക്. ഇതിനകത്ത് നമുക്ക് ഡയറി എഴുതാം, മറ്റേ ചിത്രം വരക്കാം, എന്തെല്ലോ ചെയ്യാവേ. ഇതാണ് നമ്മൾക്ക് സ്റ്റിക്കേഴ്സ്. ഇതിനകത്ത് കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാവേ. കുറച്ച് വെച്ചിട്ട് ഞാൻ കുറേ സാധനങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ചായിട്ട് കാണിച്ചത്. ഫസ്റ്റ് ഇതെല്ലാം കാണിച്ചെടുത്തിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഇതാണ് സ്റ്റിക്കേഴ്സ്. ഉണ്ടല്ലേ? കുറച്ചെല്ലാം ആക്കിയോണ്ട് ഇതിനകത്ത് കുറച്ചെല്ലാം ഇല്ല. ഇഷ്ടം പോലെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതിനകത്ത് 9 സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഗിഫ്റ്റ്. അത് ലാസ്റ്റ് കാണിക്കാമോ നിങ്ങൾക്ക്? ഇതാണ് കീച്ചൻ. നമുക്കിത് പുറത്തെടുത്ത് നോക്കിയാലോ? ബ്യൂട്ടിഫുൾ കീച്ചൻ. ഇത് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ടൊന്നും കിട്ടില്ല. നമുക്കിങ്ങനെ ഇങ്ങനെ മറ്റേ വേറെ വേറെ ആയിട്ട് കിട്ടും. നമ്മൾ ഇവിടുന്ന് ആക്കണം. പക്ഷെ എനിക്ക് ആക്കാൻ അറിയത്തില്ലേ. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. പക്ഷെ നമുക്ക് ഈ സാധനം എടുക്കാം. ഇത് ഡ്രസ്സിന് കുത്താലോ. നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമുക്കിത് കുത്തിയിട്ട് കൊണ്ടുപോകാം. ഇതാണ് മറ്റേ നമുക്ക് ഫ്രണ്ടിന് ഇങ്ങനെ ഗിഫ്റ്റ് ആയി കൊടുക്കാൻ പറ്റും. നമുക്ക് നമ്മളെ ബർത്ത്ഡേ ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇങ്ങനെ പുറകിൽ എന്തെല്ലാം എഴുതി കൊടുക്കാൻ പറ്റും, മുന്നിൽ എഴുതാൻ പറ്റും. അതുപോലെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ കുറേ ഗിഫ്റ്റുകൾ ഉണ്ടാക്കിയിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എൻ്റെ ഫ്രണ്ടിനാക്കിയ ഗിഫ്റ്റാണ്. ഇതെന്റെ ഇക്കാക്കമാർക്ക് ആക്കിയ ഗിഫ്റ്റാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് എൻ്റെ ഉപ്പാക്ക് ആക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മളെ സ്റ്റിക്കേഴ്സ് എടുക്കാം. ഞാൻ നേരത്തെ കാണിച്ച സ്റ്റിക്കേഴ്സ് ആണ്. അപ്പം ഞാൻ അത് എടുക്കാൻ പോവാണ്. നമുക്ക് ഇതിനകത്തൊന്ന് നമുക്ക് പറിച്ച് ഇതിനകത്ത് ഒട്ടിക്കാം. അതിനാൽ നമുക്ക് ഈ ഇറുക്കുന്ന സാധനം വേണം. ഫസ്റ്റ് നമുക്ക് ഈ പിക്ചർ ഒട്ടിക്കാം. ഇത് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തു. പുറകെ വാശം ഞാനിപ്പം ഒരു ഗിഫ്റ്റ് ആക്കാൻ പോവാണ്. അതിനായി നമുക്ക് ഇതും ഈ 2 മുട്ടായിസും മാത്രം മതി. ഈ 2 ലോലിപോപ്പാണ്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും എഴുതാം. ഇത് ആർക്കാ ഉണ്ടാക്കിയെന്ന് അറിയാം നിങ്ങൾക്ക്? ഇത് എനിക്ക് ഗിഫ്റ്റ് അയച്ചെന്ന ഖദീജക്കാണ്. നിങ്ങൾക്ക്
ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ